ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ ഇന്ന് രാജിവെക്കും. രാവിലെ 11 മണിക്ക് നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം ചേരും. നിതീഷ് കുമാറിന്റെ കീഴിൽ ബീഹാർ കൈവരിച്ച നേട്ടങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടും. അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഒരു യുഗാന്ത്യം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ബീഹാറിലെ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ പോലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണത്. തീർച്ചയായിട്ടും സ്മിത, അത് തന്നെയാണ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാത്ത, അല്ലെങ്കിൽ അതിന്റെ ഏത് ഘട്ടം എടുത്ത് പരിശോധിച്ചാലും അവിടെ ആ ഘട്ടങ്ങളിലെല്ലാം ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ. അത് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുഗാന്ത്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും ആ നിതീഷ് കുമാറാണ് ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക. എന്തായാലും രാവിലെ 11 മണിക്ക് നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എന്താണ് നിതീഷ് കുമാറിന്റെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതികളും നേട്ടങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഒരു മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിക്കും. ആ യോഗത്തിന് ശേഷമായിരിക്കും ഗവർണർ സയ്യിദ് അതാ ഹസനെ കണ്ട രാജിക്കത്ത് നിതീഷ് കുമാർ സമർപ്പിക്കുക. എന്തായാലും അതായത് ഈ നേരത്തെ രാജ്യസഭാ അംഗമായി ഈ മാസം 10 അദ്ദേഹം രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ രാജിവെച്ചതിന് ശേഷം JDUവും അതുപോലെ BJPയും ഈ നിയമസഭാ കക്ഷിയോഗം ചേരുന്നുണ്ട്. അതിനുശേഷം NDA യോഗവും ചേർന്ന് ആരാണ് ഇനിയുള്ള മുഖ്യമന്ത്രി, ഇനി അവിടെ NDA നയിക്കുക ആരാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സാമ്രാജ് ചൗധരിക്കാണ് ആ ഒരു മേൽക്കൈ നിൽക്കുന്നത്. എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം BJP ഈ ഒരു സാഹചര്യത്തിൽ നടത്തുമോ എന്നുള്ളതും കാത്തിരിക്കേണ്ടതാണ്. എന്തായാലും ദേശീയ രാഷ്ട്രീയം അത് ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP ഇതിനോടകം തന്നെ അവിടെ ഒരു നിരീക്ഷകനെ ശിവരാജ് സിംഗ് ചൗഹാൻ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ BJPയുടെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്തായാലും അവിടെ ഇനി ബീഹാറിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രി ആക്കാനുള്ള ഒരു ധാരണയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാകും എന്നതും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. എന്തായാലും ഇന്ന് 11 മണിക്ക് അവസാന മന്ത്രിസഭാ യോഗവും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും നിതീഷ് കുമാർ രാജിവെക്കുക. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.